സിബിനെയും പവർ ടീമിനിട്ട് നൈസായിട്ട് ഒരു പണി കൊടുത്തു നമ്മുടെ ശ്രീതു. സംഭവം എന്താണെന്നല്ലേ, പവർ റൂമിലേക്ക് എടുക്കുന്ന ആളുകളെ ആരാണ് എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ റൂമിലുള്ള മെമ്പേഴ്സിനും സംസാരിക്കാനായിട്ട് അവസരം കൊടുത്തിരുന്നു ബിഗ് ബോസ്. ഓരോരുത്തരും സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവരിൽ നിന്ന് ആരെയാണ് പവർ റൂമിലോട്ട് എടുക്കുന്നതെന്ന് അവർക്ക് പറയാനുള്ള അവസരം ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും മാറി മാറി സംസാരിച്ചു പോകുന്നു. സിബിൻ സംസാരിച്ചത് വളരെ നന്നായി സംസാരിച്ചു. ഞാൻ പുറത്തുനിന്നെല്ലാം കണ്ടിട്ടാണ് വന്നത്, പവർ റൂമിന്റെ കാര്യങ്ങൾ പോസിറ്റീവും നെഗറ്റീവും, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ സിബിൻ അവിടെ പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ശ്രീതുവിന് കിട്ടിയ അവസരമായിരുന്നു. ശ്രീതു അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് പവർ റൂമിലോട്ട് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ പവർ റൂമിന്റെ ആ പടി അവിടെ വരെ നിന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ കൊതിച്ചിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതിന്റെ ഉള്ളിലേക്ക് കയറണം, നിങ്ങളോടൊപ്പം നിൽക്കണം, സഹകരിക്കണം, എനിക്ക് എന്റേതായ കാര്യങ്ങൾ പറയണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കില്ല എന്ന് എനിക്കറിയാം. ഓൾറെഡി നിങ്ങൾ ഒരാളെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഇതൊന്നും നടക്കാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും എനിക്ക് പറയണല്ലോ എന്ന് വിചാരിച്ച് പറയുന്നു. ഇപ്പൊ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരാളെ തീരുമാനിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവിടെ എഴുന്നേറ്റ് നിന്ന് മത്സരിച്ച ഒരാളാണ് ഞാൻ. ഇതുപോലെ തന്നെ ഇവിടെയും ഇപ്പൊ നിങ്ങൾ ഒരാളെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് എടുക്കാൻ എനിക്കറിയാം. അപ്പോഴും ഞാനിവിടെ വന്ന് സംസാരിക്കുന്നു എന്നവിടെ പറഞ്ഞു അവിടെ ശ്രീതു. ആകെ അടിയേറ്റോണായി സിബിന്. സിബിൻ പെട്ടെന്ന് ചിരിച്ചു കളഞ്ഞു, ഓളിറ്റ് ചിരിച്ചു. ചിരിച്ച വഴിക്ക് അവിടെ ശ്രീതു പറഞ്ഞു, ഈ ശബ്ദം ഉണ്ടാക്കിയ ആളെ തന്നെയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്, നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ എനിക്ക് അറിയാവുന്നതാണ് എന്നവിടെ ഒരു കൊട്ടുകൊട്ടി ശ്രീതു. സംഭവം സത്യം തന്നെയാണ്. അവര് സിബിനെയാണ് എടുക്കേണ്ടതെന്ന് സിബിനും പവർ റൂമും തമ്മിൽ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ച കാര്യമാണ്. ബാക്കി ആരെ കൊണ്ടും അവിടെ സംസാരിച്ചത് എല്ലാം ഒരു ഷോ ഓഫ് ആയിരുന്നു. പവർ റൂമും സിബിനും തമ്മിലുള്ള ഒരു കരാറായിരുന്നു സിബിനെ പവർ റൂമിലേക്ക് കയറ്റുക എന്നുള്ളത്. അവിടെ ശ്രീതു അത് തുറന്നടിച്ചു. ശ്രീതുവിന് അത് അറിയാമായിരുന്നു, റൂമിൽ വെച്ച് ഇവർ ചർച്ച ചെയ്ത കാര്യം. പിന്നീട് സിബിൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രീതു 2 തവണയായി ഇട്ട് കൊട്ടുന്നു. ശ്രീതു നമ്മൾ പവർ റൂമിലിരുന്ന് ചർച്ച ചെയ്ത നമ്മൾ സീക്രട്ടായിട്ട് പറഞ്ഞ കാര്യം ശ്രീതു അവിടെ പരസ്യമായിട്ട് പറഞ്ഞു എന്നവിടെ പറയുന്നുണ്ടായിരുന്നു അവിടെ സിബിനും പവർ റൂമും കൂടി തീരുമാനിച്ച കാര്യം ശ്രീതു എന്തിനെ പുറത്തു പറഞ്ഞു എന്നുള്ള രീതിയിലാണ് സിബിൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ എടുക്കണ്ടായിരുന്നു, വേറെ ആരെങ്കിലും ശ്രീതുവിനെയോ വേറെ ആരെങ്കിലും പവർ റൂമിലോട്ട് എടുത്താൽ മതിയായിരുന്നു എന്ന് പിന്നീട് സിബിൻ അവിടെ ഇരുന്ന് പൂജയുടെ അടുത്ത് പറയുന്നുണ്ട്. കാരണം മറ്റൊന്നല്ല, അവരുടെ ആ പ്ലാനിങ് പൊളിഞ്ഞു. അതും എല്ലാവരുടെ അടുത്തും അവിടെ ശ്രീതു ഇട്ടൊന്ന് കൊട്ടി, ഒന്ന് ആരെയാണ് എന്താണെന്നൊന്നും ശ്രീതു പറഞ്ഞില്ലെങ്കിലും വളഞ്ഞു മൂക്ക് പിടിച്ചുകൊണ്ട് ശ്രീതു അവിടെ കാര്യം അവതരിപ്പിച്ചു. എല്ലാവർക്കും കാര്യം മനസ്സിലായി, പ്രേക്ഷകർക്കും കാര്യം മനസ്സിലായി. അപ്പോ സിബിൻ ഒരു ചമ്മലായി. അത് ശ്രീതു എന്നാൽ അതങ്ങനെ പറഞ്ഞില്ലേ, പറഞ്ഞത് ശരിയായില്ലല്ലോ, അത് പറഞ്ഞതുകൊണ്ട് എന്നെ എടുക്കേണ്ടിയിരുന്നില്ല, വേറെ ആരെങ്കിലും എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പിന്നീട് പൂജയുടെ അടുത്തും അഭിഷേകിന്റെ അടുത്തൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ശ്രീതു കിട്ടിയ അവസരത്തിൽ എന്തായാലും ഒരു കൊട്ടു കൊടുത്തു എന്നാണ് എനിക്ക് തോന്നിയത്. സിബിന്റെ അടുത്ത് ചെറിയൊരു കലിപ്പുണ്ടെന്ന് തോന്നുന്നു ശ്രീതുവിനെ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു കിട്ടിയ അവസരത്തിൽ ഒരു കൊട്ടു കൊടുത്തത്. പിന്നെ ഗെയിം എന്ന് വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ ശ്രീതു ചെയ്തതിനെ നമുക്ക് തെറ്റി പറയാനായിട്ട് പറ്റില്ല. അതൊരു ഗെയിമാണ്. ഗെയിമിൽ എങ്ങനെ വേണമെങ്കിലും ഓരോരുത്തർക്ക് കളിക്കാം. അവിടെ സിബിനെയും നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല. സിബിന്റെ ഗെയിം അതായിരുന്നു, ശ്രീതുവിന്റെ ഗെയിം ഇതായിരുന്നു.